ബേക്കറികളിൽ നിന്നും വാങ്ങിക്കുന്ന മിനി പിസ്സ നമുക്ക് ഓവനില്ലാതെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതും നമ്മൾ ബേക്കറികളിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ ഉണ്ടാക്കാം. മാത്രമല്ല ഇതിൻ്റെ ബേസ് നമ്മൾ ഓവനിൽ ഉണ്ടാക്കിയതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. നല്ല ബ്രെഡ് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ മിനി പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അരക്കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ചേർക്കാം. വളരെ ചെറിയ ചൂടുള്ള വെള്ളമായിരിക്കണം. വെള്ളത്തിൻ്റെ ചൂട് കൂടാൻ പാടില്ല. ഇളം ചൂടുവെള്ളം ചേർത്ത് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം നമുക്കിതിൻ്റെ മാവ് കുഴച്ചെടുക്കാം. പിസ്സയുടെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ചേർക്കാൻ. അതല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലാണെങ്കിലും നല്ലതാണ്. പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഈസ്റ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ വീണ്ടും അല്പം മൈദ ചേർത്താൽ മതി. എൻ്റെ മാവ് ഇപ്പോൾ കുറച്ച് ലൂസാണ്. ഞാനൊരു 1/4 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ മാവിൻ്റെ കട്ടി കൂടാൻ പാടില്ല. അല്പം ലൂസായിട്ടിരിക്കുന്ന മാവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. കയ്യിൽ അല്പം എണ്ണ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. കാരണം ലൂസായ മാവായതുകൊണ്ട് എണ്ണ കയ്യിൽ തേച്ചിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല ലൂസായിട്ടുള്ള മാവായിട്ടാണ് ഇരിക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് വെച്ചിട്ട് അടച്ച് വെക്കാം. 2 അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഒരു 4-5 മണിക്കൂറെല്ലാം എടുക്കും പൊങ്ങി വരാൻ. ഇതിവിടെ അടച്ച് വെക്കാം. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചിക്കനിൽ ടിക്ക മസാല പുരട്ടിയിട്ട് അരമണിക്കൂർ വെച്ചിരുന്നതാണ്. അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യുകയാണ്. ഞാൻ ചിക്കൻ ടിക്ക ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് മസാല പുരട്ടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല പുരട്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ ടിക്ക മസാല ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ടിക്ക മസാല അതായത് ചിക്കൻ ടിക്ക ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ഈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കാം. ഈ സോസിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ ഇതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നത്. എന്നാലും ഞാനിതൊന്ന് കാണിക്കാം. ഒരു മുട്ടയുടെ വെള്ള മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ഇതിലേക്ക് 3 അല്ലി ചെറിയ വെളുത്തുള്ളി ചേർക്കാം. 3 അല്ലിയാണിത്, പകുതി ആക്കിയതുകൊണ്ടാണ്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർക്കാം. 2-3 നുള്ളി ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഒലീവ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നല്ല കട്ടിയായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ബേസിൽ ലീവ്സ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. പിസ്സ സോസ് ഇല്ലെങ്കിൽ അതിന് പകരം ഈ ഒരു സോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
ഇതൊന്നുകൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് പരത്താൻ വേണ്ടി അല്പം മൈദ എടുക്കാം. എന്നിട്ട് മൈദ ഈ പലകയിലും കയ്യിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ മാവിൽ നിന്നും നേരെ പകുതി എടുക്കുക. നേർപകുതി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പലകയിൽ വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയാൽ മതി, അല്ലെങ്കിൽ അതിനും താഴെയായിട്ട്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ക്രസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ചിൻ്റെ മുകളിലായിട്ട് വെണ്ണത്തിൽ പരത്തുക. ഞാനിതിപ്പോൾ ഒരു 1/4 ഇഞ്ചിനേക്കാളും താഴ്ത്തിയിട്ടാണ് പരത്തിയിരിക്കുന്നത്. ഇതിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ബൗൾ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ പിസയായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ബൗൾ അല്ലെങ്കിൽ ഗ്ലാസ്സോ മറ്റോ എടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ബേക്കറികളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന മിനി പിസ്സ ഉണ്ടല്ലോ, അതിന് 30 രൂപയോ 40 രൂപയോ അങ്ങനെ മറ്റോ ആണ്. അത്രയും വലുപ്പത്തിൽ മാത്രമേ ഞാൻ ഈ പിസ്സ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ സൈഡിലുള്ള ബാക്കി പാർട്സൊക്കെ നമുക്ക് എടുത്തു കളയാം. എന്നിട്ട് നമ്മൾ മുറിച്ചെടുത്ത ഈ ഓരോ പിസ്സ ക്രസ്റ്റിൻ്റെ മുകളിലും ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് കുറേ ഹോൾ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് പൊങ്ങി വരും, വല്ലാതെ പൊങ്ങി വന്നിട്ട് കാണാനൊന്നും ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും ഇതുപോലെ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിവിടെ വലിയൊരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു നനവുള്ള തുണി ഇട്ടിട്ട് അടച്ചാലും മതി. ഒരു 10 മിനിറ്റ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഈ പിസ്സ ക്രസ്റ്റ് ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൻ്റെ മുകളിൽ ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തക്കാളി, പിന്നെ കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ ക്യാപ്സിക്കവും കുറച്ച് റെഡ് ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എടുക്കുക. 10 മിനിറ്റിന് ശേഷം ഈ പിസ്സയുടെ ബേസ് ഒന്ന് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെ മുകളിലും പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചെഡാർ ചീസും കൂടി ഇടുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ മൊസറല്ല ചീസ് മാത്രമേ ഉള്ളൂ. എല്ലാത്തിൻ്റെ മുകളിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരെണ്ണത്തിൻ്റെ ചെറിയ പിസ്സ ആയതുകൊണ്ട് 3-4 പീസ് അല്ലെങ്കിൽ 5 പീസ് വരെയൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും. കാരണം നമുക്കിതിൽ ഇനി വെജിറ്റബിൾസും കൂടി വെച്ച് കൊടുക്കാനുള്ളതാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഉള്ളി കുറച്ച് കൂടുതൽ വെച്ചോളൂ, ഉള്ളി നല്ല ടേസ്റ്റാണ്. അതുപോലെ ഒലീവ്സും കൂടുതൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രം പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രമാണ്, ഉപയോഗിക്കാത്ത പാത്രമാണ്. ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രം വെക്കരുത്, അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി വരും വല്ലാണ്ട് ചൂടാകുമ്പോൾ. നമുക്കിതിൻ്റെ മുകളിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്ന പാനോ അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പരന്ന മെറ്റലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പറും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ പിസ്സ ഓരോന്നായിട്ട് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ കുറേ ഒരു 6-7 പിസ്സയൊക്കെ ഒരേ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് എത്ര വെക്കാൻ കഴിയുമോ അത്രയും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം കൂടി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. നേരത്തെ ഇടാതിരുന്നത് നമ്മൾ ഇതിലേക്ക് എടുത്ത് മാറ്റുന്ന സമയത്ത് മുഴുവൻ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാക്സിമം മതിയാവും. അപ്പോഴേക്കും ഈ പിസ്സ നന്നായിട്ട് വെന്തിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്, തീരെ ലോ ഫ്ലെയിമിലല്ല. അതേപോലെ ഫ്ലെയിം കൂട്ടിക്കൊടുക്കാനും പാടില്ല, അപ്പോൾ ഈ ബേസിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം.
പിസ്സ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിസ്സയുടെ ബേസും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ മുകളിലിട്ടിരിക്കുന്ന ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. പിസ്സ മുഴുവൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി മുഴുവൻ പിസ്സയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ പിസ്സ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഓവനിൽ ഉണ്ടാക്കിയ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ചീസൊക്കെ നല്ല വലിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ ബേസ് നല്ല ബ്രെഡ് പോലെ നന്നായിട്ട് പൊങ്ങി നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമ്മൾ ഓവനിൽ വെച്ച അതേപോലെ തന്നെയാണ് നമ്മൾ ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പിസ്സ കിട്ടുന്നത്. അപ്പോൾ ബേക്കറി സ്റ്റൈലിലുള്ള മിനി പിസ്സ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായം അറിയിക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്